ചെയ്ത റോബോട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഒരു റിമോട്ട് കൺട്രോൾ കാറാണ്. അപ്പോൾ വളരെ കുറച്ച് കമ്പോണൻസ് വെച്ചിട്ട് മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിളായിട്ട് പെട്ടെന്ന് വരുന്ന കുറച്ച് എൻജിൻസ് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് കിട്ടുന്ന കുറച്ച് കമ്പോണൻസ് വെച്ചിട്ട് ഒരു ബേസിക് മോഡലാണ്. പ്രിൻസിപ്പൾ ഒന്ന് മനസ്സിലാൻ വേണ്ടി ബേസിക് മോഡലാണ് കുട്ടികൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് 4 കമ്പോണൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ബ്ലൂടൂത്ത് സിഗ്നൽ റിസീവ് ചെയ്യാൻ വേണ്ടി ഒരു ബ്ലൂടൂത്ത് മൊഡ്യൂൾ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു മോട്ടോ ട്രെയിലർ ബോർഡ് യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇതിനകത്ത് 2 ബാറ്ററി ഓപ്പറേറ്റിംഗ് മോട്ടോഴ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ മോട്ടോഴ്സ് റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മോട്ടോ ട്രെയിലർ ബോർഡ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പ്രോസസ്സുകളെല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മൈക്രോ കൺട്രോൾ യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന Arduino Uno എന്ന് പറയുന്ന ഒരു ബോർഡാണ്. ഇതിനെ പവർ ചെയ്യുന്നത് ഈ ഒരു റെയിൽവേയുടെ ബാറ്ററിയാണ്. അപ്പോൾ ഈ മൊഡ്യൂളിനെ നമുക്ക് മൊബൈൽ ഫോണായിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. സാധാരണ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറോ ഒരു ഹെഡ്ഫോണോ കണക്ട് ചെയ്യുന്ന അതേ ടെക്നോളജി തന്നെ യൂസ് ചെയ്തിരുന്നു. അപ്പോൾ ഇത് ബ്ലൂടൂത്ത് മൊഡ്യൂളായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോണിൽ കൊടുക്കുന്ന സിഗ്നൽസ് ബ്ലൂടൂത്ത് മൊഡ്യൂൾ റിസീവ് ചെയ്യുകയും അത് Arduinoയിലേക്ക് പാസ് ചെയ്യുകയും ചെയ്യും. Arduino ആ സിഗ്നൽസിനെ റിസീവ് ചെയ്തിട്ട് മോട്ടോർ റിവേഴ്സ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ മോട്ടോർ ഡ്രൈവ് ബോർഡിനുണ്ട് ഒരു സിഗ്നൽ കിട്ടുന്നത്. മോട്ടോർ ഡ്രൈവ് ബോർഡിനത് ഈ നേരത്തെ കണക്ട് ചെയ്യുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ആ വണ്ടി ഫോണിലും റിവേഴ്സ് ചെയ്യും. സെയിം പ്രത്യേകതകൾ റൈറ്റും ലെഫ്റ്റും യൂസ് ചെയ്യുന്ന റൈറ്റും ലെഫ്റ്റിന് വർക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിഗ്നൽ റൈറ്റിലേക്കുള്ള സിഗ്നൽ കിട്ടുന്നുണ്ട്. ലെഫ്റ്റ് മോട്ടർ മാത്രം റൊട്ടേറ്റ് ആകും. വണ്ടിയിൽ ലെഫ്റ്റ് മോട്ടർ മാത്രം റൊട്ടേറ്റ് ആകുമ്പോൾ വണ്ടി റൈറ്റ് സൈഡിലേക്ക് അതിന് നേരെ വ്യത്യാസമാണ്. ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ റൈറ്റ് മോട്ടർ മാത്രം റൊട്ടേറ്റ് ആകും. ഇത് ലെഫ്റ്റിലേക്ക് ചെയ്യും. അപ്പോൾ ബേസിക്കായിട്ട് കുട്ടികളെ ഈ 4 മൂവ്മെന്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇതിനകത്ത് നമുക്ക് ഡിഫറെന്റ് എലിമെന്റ്സ് പറ്റും. ഒരു ഡയഗ്രാമിൽ മൂവ് ചെയ്യാം, സർക്കിൾ മൂവ് ചെയ്യാം, ഈ കുറേ വട്ടം ചെയ്യാം. അവർ കുറച്ചും കൂടെ കോഡിങ്ങിന് സ്കിൽ ആവുന്നതനുസരിച്ച് നമുക്ക് നമ്മുടെ ഇതിനകത്ത് നേരിടുന്നത്. ഔട്ട്കമാണ് എല്ലാവർക്കും ആസ്വദിക്കാൻ കുട്ടികളോട് തന്നെ
ചോദിച്ചിട്ടൊക്കെ അവരെന്നെ പറയും നല്ല രീതിയിലായി എല്ലാവർക്കും ഇത് തുടങ്ങാം.
ലോകത്തെ തമസ്യാദി ലക്ഷ്യം ഏവം നിത്യം വിമലമചലം സർവദേ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരുത്വം നമാമി. നമ്മുടെ ഇന്നത്തെ ഈ എളിയ സദസ്സിന്റെ ഉദ്ഘാടകനുമായ ശ്രീ അനിൽ സേവ്യർ IAS സാർ അവരെ ഇവിടെ എത്തിയിട്ടില്ലെങ്കിലും ഇന്നത്തെ മുഖ്യ പ്രഭാഷകൻ കൊല്ലം പ്രസ് ക്ലബിന്റെ പ്രസിഡന്റ് ശ്രീ ബൈജു അദ്ദേഹം എത്തിച്ചേരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ പ്രിയങ്കരനായ PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് നവാസ്, സ്കൂളിന്റെ പ്രിയങ്കരനായ ചെയർമാൻ ശ്രീ P ശശിധരൻ, ബഹുമാന്യരായ ഒന്നാം ചാരിറ്റബിൾ സൊസൈറ്റി അംഗങ്ങളെ, പ്രിയമുള്ള രക്ഷിതാക്കളെ, ക്യാമ്പിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെ, മറ്റ് വിദ്യാർത്ഥികളെ, അധ്യാപക അനധ്യാപക സുഹൃത്തുക്കളെ, മറ്റ് സഹോദരന്മാർ, 5/4/2024 മുതൽ 19/5/2024 വരെയുള്ള 30 ദിവസങ്ങളിലായി സ്റ്റാൻഡേർഡ് 3 മുതൽ 8 വരെയുള്ള വിദ്യാർത്ഥികളുടെ നടത്തിയ അവധി ക്ലാസിന്റെ സമാപന ചടങ്ങുകളാണ് ഇന്നിവിടെ നടക്കുന്നത്. കൃത്യസമയത്ത് തന്നെ വരികയും അവരെ ആബ്സെന്റ് ആവാതെ അതുമായി എത്തുകയും ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ കുട്ടികൾക്ക് അതിലുണ്ടായിട്ടുള്ള താല്പര്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത്. അപ്പോൾ അത്ര താല്പര്യത്തോടുകൂടി കുട്ടികളെ അയച്ച രക്ഷിതാക്കളെയും ഈ പരിശീലനം നേടിയ വിദ്യാർത്ഥികളെയും ഞാൻ ഈ അവസരത്തിൽ ഈ സ്കൂൾ മാനേജ്മെന്റിന് വേണ്ടി മുക്തകണ്ഠം അനുമോദിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുകയാണ്. പിന്നെ ഊർജയെ പറ്റി 2 വാക്കുകൾ പറഞ്ഞു ഞാൻ നടത്താം. ഊർജയുടെ സ്ഥാപനം ഇവിടെ ക്യാമ്പും വളരെ അഭിമാനകരമായി നടത്താൻ എല്ലാവരും സഹായം നൽകിയ ഊർജയുടെ ഡയറക്ടർ ശ്രീ ജയശേഖരനും ക്യാമ്പിന്റെ കമ്മിറ്റിയായി പ്രവർത്തിച്ച പ്രിയങ്കരനായ ശ്രീ ശ്രീജികൃഷ്ണൻ എന്ന് പറയുന്നത് ഒരു എഞ്ചിനീയറിംഗ് കോളേജിലെ HOD ആയിട്ട് റിസൈൻ ചെയ്തതിനു ശേഷമാണ് ഊർജയിൽ ജോലിക്ക് പോയത്. അങ്ങനെയുള്ള ഒരു എഞ്ചിനീയറിംഗ് കോളേജിലെ റിട്ടയർഡ് HOD ആയിരുന്ന ശ്രീ ശ്രീജികൃഷ്ണനാണ് ഈ ക്യാമ്പിന് നേതൃത്വം കൊടുത്തത്. അപ്പോൾ അദ്ദേഹത്തിനും അതുപോലെ ജയശേഖരനും മറ്റെല്ലാ പരിശീലകർക്കും സ്നേഹത്തിന്റെ ഭാഷയിലെ സ്കൂൾ മാനേജ്മെന്റിന്റെ പേരിലുള്ള നിറഞ്ഞ കടപ്പാട് രേഖപ്പെടുത്തും. ഇനിയുടെ കർത്തവ്യമാണ് സ്വാഗതം ആശംസിക്കാനുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ അധ്യക്ഷൻ PTA പ്രസിഡന്റാണ്. നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഈ സ്കൂളിലെ എല്ലാവരുടെ പ്രവർത്തനങ്ങൾക്കും നമുക്ക് താങ്ങുമായി നിൽക്കുന്ന പ്രിയങ്കരനായ അഡ്വക്കേറ്റ് നവാസ് അവരുടെ വളരെ ബഹുമാനപുരസ്സരം ഈ സദസ്സിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അടുത്ത സ്വാഗതം ആശംസിക്കാനുള്ളത് ഇന്നിവിടെ എത്തിച്ചേരുമെന്ന് പറഞ്ഞ് ഇപ്പോഴും എന്നെ ഫോൺ ചെയ്തത് ഇപ്പോൾ എത്തിച്ചേരുമെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രസ് ക്ലബിന്റെ പ്രസിഡന്റ് ശ്രീ ബൈജുവാണ്. അദ്ദേഹം എത്തിച്ചേരുമെന്നുള്ള പ്രദേശത്തിൽ അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. അടുത്തതായിട്ട് നമ്മുടെ ഏറ്റവും ബഹുമാനായ നമ്മൾ അനിൽ സേവ്യർ അവരാണ് നമ്മുടെ യോഗത്തിന്റെ ഉദ്ഘാടകനാണ്. എനിക്ക് വിട്ടുപോയതാണ്. പിന്നീട് മുമ്പ് അദ്ദേഹത്തിന് സ്വാഗതം പറയുന്നത് അത് ചെറിയ തെറ്റാണ് സാധിക്കുന്നത്. അപ്പോൾ അനിൽ സേവ്യർ സാറിന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നമ്മുടെ ആനുവൽ സെക്രട്ടറിയിലെ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായിരുന്നു. പക്ഷേ അതുപോലെ തന്നെ നമ്മുടെ എക്സൈസ് കമ്മീഷണറായിരുന്നു. സംസ്ഥാന ഗവൺമെൻറ് എക്സൈസ് കമ്മീഷണർ. ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ വഹിച്ചുള്ള മനുഷ്യനാണ്. ഇതിലേക്ക് എനിക്ക് അദ്ദേഹത്തിന് അറിയാവുന്നത് അദ്ദേഹം ഫാത്തിമ കോളേജിലെ അധ്യാപകനായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ആദ്യകാല ജീവിതം ആരംഭിച്ചത്. അതിനുശേഷമാണ് IAS കിട്ടുകയും ഈ ഉന്നത പദവിയിൽ എത്തിച്ചേരുകയും നമ്മുടെ സ്കൂളിൻ്റെ സമീപവാസിയാണ്. ഈ സ്കൂളിൽ നമ്മുടെ ഫോണിലൂടെ തന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ ശ്രമിച്ചാൽ വളരെ സ്നേഹത്തോടുകൂടി വളരെ താല്പര്യത്തോടുകൂടി ഇതിൽ പങ്കെടുക്കുന്ന ഇന്നത്തെ യോഗ ഉദ്ഘാടകൻ ശ്രീ അനിൽ സേവ്യർ സാറിനെ വളരെ ബഹുമാനപുരസ്സരം നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ബഹുമാന്യനായ നമ്മുടെ ഈ സ്കൂളിൻ്റെ എല്ലാമായ ശ്രീ രാമചന്ദ്രൻ നായർ സാർ, ഇവിടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യാനെത്തിയിരിക്കുന്ന അനിൽ സേവ്യർ സാർ, സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ബാബുനാഥ് സാർ, ഈ പ്രോഗ്രാമിൻ്റെ കോർഡിനേറ്ററും സ്കൂളിൻ്റെ വൈസ് പ്രസിഡന്റുമായ ബാബു സാർ,
കൂടാതെ ഈ വേദിയിലെത്തിയിരിക്കുന്ന മറ്റ് മഹത് വ്യക്തികൾ, അധ്യാപകർ, ഈ സ്കൂളിലെ അനധ്യാപകരായിട്ടുള്ള സ്റ്റാഫുകൾ, വിദ്യാർത്ഥികൾ, രക്ഷകർത്താക്കളെ, പ്രിയപ്പെട്ടവരെ, വളരെ ചെറിയ രീതിയിലുള്ള ഒരു പരിപാടിയാണിത്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് വളരെ വിശാലമായ ഒന്നും സംസാരിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നില്ല. നമ്മുടെ പരിസരത്തുള്ള ഇതര സ്കൂളുകളൊക്കെ, പ്രത്യേകിച്ച് CBSE സ്കൂളുകളൊക്കെ ഈ വെക്കേഷനും ചൂടും ഒക്കെ ആയിട്ട് അടച്ചിട്ടിട്ട് കുട്ടികളെയൊക്കെ വീട്ടിലിരുത്തിയ ഒരു കാലമായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ, ഒരു 1.5 മാസക്കാലം. ആ ഒരു അവസരത്തിലാണ് നമ്മുടെ മന്നം സ്കൂള് ഉദാൻ എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം ഇവിടെ വെച്ചതും ഒരു സംഘടനയുമായി ചേർന്ന് ഊർജ എന്ന് പറയുന്ന അതിൻ്റെ നേതൃത്വത്തിൽ കുട്ടികളുടെ പാഠ്യേതര വിഷയങ്ങളിലുള്ള കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. സഹോദരങ്ങളെ, വേദിയിലിരിക്കുന്ന വിശിഷ്ടരായ ബഹുമാന്യരായ എല്ലാ വ്യക്തികളെയും, സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ, അധ്യാപകരെ, അനധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ദീർഘമായ ഒരു പ്രസംഗത്തിന് പ്രസക്തിയില്ല. ഇവിടെ രാമേന്ദ്രൻ നായർ സാറിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിലെല്ലാം അദ്ദേഹം വിശദമായിട്ട് വിവരിച്ച് തന്നിട്ടുണ്ട്. ഈ യോഗത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങൾ ഈ ഡെസ്കിലെ കുട്ടികളുടെ അവരുടെ കഴിവുകൾ അവരിത്രയും ദിവസം ഇവിടെ ഈ പങ്കെടുത്ത് പഠിച്ചതിൻ്റെ ഒരു ഫലമാണ് അവരവിടെ പ്രദർശിപ്പിച്ചത്. വളരെ അത്ഭുതത്തോടെയാണ് ഇതൊക്കെ നോക്കിക്കണ്ടത്. എനിക്കിപ്പോഴും അറിയാത്ത കാര്യങ്ങളാണ് കൊച്ചു കുട്ടികൾ വിവരിച്ചു തരുന്നത്. ഒരുപക്ഷെ എൻ്റെ കൂടെ വന്നവർക്ക് ഇതൊക്കെ ഈ രീതിയിൽ അവർ ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അപ്പം നമ്മുടെ അടുത്ത തലമുറ ഏത് തലത്തിലേക്ക് പോകുന്നു എന്നുള്ളത് എൻ്റെ ഒരു സൂചനയാണ്. അതിനുവേണ്ടി ഊർജ എന്ന ആ ഒരു പ്രസ്ഥാനം നടത്തുന്ന മഹത്തായ ഒരു സേവനം, അതൊരു ഇറ്റ്സ് എ സൈലന്റ് റെവല്യൂഷൻ. ആരും അറിയുന്നില്ല. അവർ സമൂഹത്തിൽ ഈ ടെക്സ്റ്റ് ബുക്കിലെ സിലബസിൽ ഒതുങ്ങിയിരിക്കുന്ന കാര്യങ്ങൾക്കപ്പുറം പലതും നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കേണ്ടതുണ്ട് എന്ന് അവരുടെ പ്രവർത്തനത്തിലൂടെ ഉച്ചൈസ്തരം ഈ ലോകത്തോട് വിളിച്ചു പറയുകയാണ്. ഇനി കൊച്ചു കുട്ടികളിലൂടെ ഈ ടേബിളിൽ കാണിച്ചതും അത് തന്നെയാണ്. കാലോചിതമായ സിലബസ് പരിഷ്കാരത്തിന്റെ ആവശ്യകതയും അത് ഊന്നി പറയുന്നുണ്ട്. മഹത്തായ ഈ ഭാരതത്തിൽ ജനിച്ചതിൽ അഭിമാനം കൊള്ളുന്നവരാണ് നമ്മൾ ഓരോരുത്തർ. ഭാരതം ഇന്ന് ലോകം വളരെ വിസ്മയത്തോടെ നോക്കിക്കാണുന്ന ഒരു കാര്യമാണ്. ഇന്നലെ രാവിലെ ഈ സമയം ഞാൻ BBC ന്യൂസ് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ കേട്ട ഒരു കാര്യം, കണ്ട ഒരു കാര്യം, ജാപ്പനീസ് എക്കോണമിയുടെ വളർച്ച -2% ആണ്. ഇന്ന് ലോകത്തിലെ വളരെ വികസിതമായ പല രാജ്യങ്ങളുടെയും വളർച്ച മുകളിലോട്ടല്ല താഴോട്ടാണ്. അവരുടെ എക്കോണമി താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളർച്ച സന്തോഷമുണ്ട്. ഇങ്ങനെയൊരു സംരംഭത്തിൽ, ഇങ്ങനെയൊരു ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചത്, ഇതിൻ്റെ ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടന നിർവഹിച്ചതായിട്ട് നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടും ആശീർവാദത്തോടും ഞാൻ അറിയിച്ചുകൊള്ളുന്നു. വീണ്ടും ഈ വിദ്യാലയം മേൽമേൽ ഉയർച്ച പ്രാപിക്കട്ടെ. ഈ വിദ്യാലയത്തിൽ പഠിക്കുന്ന ഓരോ കുട്ടിയും നാടിനും വീടിനും രാഷ്ട്രത്തിനുമൊക്കെ അഭിമാനിക്കുന്ന ഭാവി വാഗ്ദാനങ്ങളായിട്ട് മാറട്ടെ. വലിയ വലിയ നിലകളിൽ അവരെത്തട്ടെ. ഈ രാഷ്ട്രത്തിന് വലിയ സംഭാവനകൾ നൽകാൻ അവരെ കൊണ്ട് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.
ഈ മെമ്മറികളെല്ലാം ചെയ്യുന്നത് പൂജയുടെ തന്നെ സംസ്ഥാപനമായ ഭിന്നശേഷിയുള്ള ആളുകളാണ് ഈ മെമ്മറികളെല്ലാം ചെയ്തത്. പക്ഷെ അതിന്റെ ബുദ്ധിമുട്ടുകളോ തടസ്സങ്ങളോ ഒന്നും എനിക്കില്ലായിരുന്നു. പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം എനിക്ക് നല്ലപോലെ മനസ്സിലായിരുന്നു. എല്ലാത്തിനും കാരണം ഇവിടുത്തെ പഠിപ്പിച്ച സാറുമാരും ടീച്ചർമാരുമാണ്. അതിന് ഞാൻ സാറുമാരോടും ടീച്ചർമാരോടും നന്ദി രേഖപ്പെടുത്തുന്നു. എന്റെ സമ്മർ ക്യാമ്പിന് വരാനുള്ള തീരുമാനം എന്തുകൊണ്ട് ഉചിതമാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. കാരണം വീട്ടിൽ ഇരുന്നാൽ ഞാൻ വലുതായിട്ട് പഠിക്കില്ലായിരുന്നു. പക്ഷേ ഇവിടെ സമ്മർ ക്യാമ്പിൽ വന്നതോടെ എനിക്ക് AI കുറിച്ചും റോബോട്ടിക്സിനെ കുറിച്ചും ഡേറ്റ അനലൈസിനെ കുറിച്ചും ടെലസ്കോപ്പിനെ കുറിച്ചും റോക്കറ്റിനെ കുറിച്ചും പല കാര്യങ്ങളും അറിയാൻ പറ്റും. അതിനകത്ത് എനിക്ക് ഏറ്റവും നല്ലോണം മനസ്സിലായതും ഇഷ്ടപ്പെട്ടത് റോബോട്ടിക്സ് ആണ്. അതിന് അഖിൽ സാറിനോട് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഞാൻ ഇവിടെ എക്സിബിഷന് പ്രസന്റ് ചെയ്യുന്ന റോബോട്ടിക്സിന്റെ ഭാഗമായ ഒബ്സ്റ്റക്കിൾ അവോയ്ഡൻസ് റോബോട്ടാണ്. ഇന്ന് ലാസ്റ്റ് ഡേ ആയിട്ട് എനിക്ക് എല്ലാവർക്കും നല്ല വിഷമം കാണും. ഇനി ഒരിക്കൽ കൂടി സമ്മർ ക്യാമ്പ് വരാൻ ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നു. നന്ദി. Good morning all. I am Samantha Santosh. I will tell you the experience
robotics class, etc. things are there. I like football, designing work like Paper, ChatGPT, etc. things are there in design that. We study electronics like electronics, etc. things are there in summer camp, and I study very well and future like everything. Thank you all sirs and non-teachers. Good morning to everyone present here. My name is Paul from class 5. I have learned a lot at this summer camp, such as basic AI, basic robotics, basic block coding, and so much more. I had a lot of fun at this summer camp. I made new friends and had new experience in my life. I played football a lot lately, as you know. I practiced a lot and got better. I have learned a lot of things and improved many skills, such as public speaking, basic thinking, and a lot more. Thank you. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ക്യാമ്പിൽ പഠിച്ചിട്ടുണ്ട്. AI, റോബോട്ടിക്സ്, കോഡിങ് എല്ലാം കുറേ മനസ്സിലാക്കുന്നതായിരുന്നു. രാവിലത്തെ ഫുട്ബോൾ ക്ലാസ്സിലുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫിരോസ് സാറും സാറൊക്കെ ഞങ്ങളൊക്കെ പഠിപ്പിക്കുമായിരുന്നു. അതൊക്കെ നല്ല എക്സ്പീരിയൻസായിരുന്നു. അടുത്ത വർഷവും ഈ ക്യാമ്പ് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. Two of my children attended summer camp here. They were so excited to go to camp every morning. Actually, they used to participate in summer camps from very young age itself. But they are saying this was their favorite camp ever. I think the range of different types of activities were the reason. Many schools are conducting summer camps nowadays, but most of them are just fun activities or art classes, etc. But here, they learn AI, coding, electronics, and all that offer new ways to explore the world. While enrolling them here for summer camp, I just thought to engage them in something during the vacation. But Udan 1.0 summer camp was above our expectations. They had given so many practical knowledges for our children. My heartfelt big thanks to all team members of Udan. Many thanks to all teaching and non-teaching staff who supported them. Once again, thank you for this amazing, great